കൊച്ചി കതിർക്കടവിലെ പ്രമുഖ ഭക്ഷണശാലയായ അൽ റീം ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച 50ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റ പശ്ചാത്തലത്തിൽ നഗരത്തിൽ വീണ്ടും ആരോഗ്യപരമായ ആശങ്കകളും ജനരോഷവും ശക്തമാവുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച വിവിധ ആളുകൾക്കാണ് തുടർച്ചയായി ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഹോട്ടലിലെ ഏറ്റവും ജനപ്രിയ വിഭാഗമായ കുഴിമന്തി കഴിച്ചവർക്കാണ് പ്രധാനമായും ഈ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് സംഭവത്തിന്റെ ആക്കം കൂട്ടുന്നത്. ദിവസങ്ങൾ പിന്നിടുന്തോറും കൂടുതൽ ആളുകൾക്ക് സമാനമായ രോഗലക്ഷണങ്ങളുമായി കൊച്ചിയിലെ വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടാൻ തുടങ്ങിയതോടെയാണ് ശനിയാഴ്ചയോടെ സംഭവത്തിന്റെ യഥാർത്ഥ വ്യാപ്തി പുറംലോകം അറിയുന്നത്. ബാധിക്കപ്പെട്ടവരിൽ ഒരു കുടുംബത്തിലെ 6 അംഗങ്ങളിൽ 5 പേരും കടുത്ത വിഷബാധയേറ്റ് ചികിത്സയിലാണ് എന്ന വാർത്ത പ്രദേശവാസികളെ ഒന്നടങ്കം ഞെട്ടിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഈ ഹോട്ടലിൽ നിന്ന് നേരിട്ട് ഭക്ഷണം കഴിച്ച ഇവർക്ക് പിറ്റേ ദിവസം രാവിലെ മുതൽ തന്നെ വിട്ടുമാറാത്ത വയറിളക്കവും ഛർദിയും അനുഭവപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ സ്കൂളിൽ പോയ കുട്ടിക്ക് കഠിനമായ വയറിളക്കവും ക്ഷീണവും ബാധിച്ചതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയും കുട്ടിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അടിയന്തരമായി എറണാകുളം ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സമാനമായ മറ്റൊരു സംഭവത്തിൽ വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ ഈ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി പാഴ്സൽ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കഴിച്ച മറ്റൊരു യുവാവിന്റെ കുടുംബത്തിനും ദുരനുഭവം ഉണ്ടായി. ഞായറാഴ്ചയോടെ യുവാവിന്റെ അമ്മയ്ക്കും അനിയനും കഠിനമായ ഛർദിയും യുവാവിന് കടുത്ത പനിയും ശരീരവേദനയും അനുഭവപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സാധാരണക്കാരാണ് നിലവിൽ കൊച്ചിയിലെ വിവിധ പൊതു സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഭക്ഷ്യവിഷബാധയേറ്റവർ ഒന്നിനു പുറകെ ഒന്നായി നൽകിയ ഔദ്യോഗിക പരാതികളുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിടുകയും ഫുഡ് ഇൻസ്പെക്ടർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ സംഘം ഹോട്ടലിൽ നേരിട്ടെത്തി കടുത്ത മിന്നൽ പരിശോധന നടത്തുകയും ചെയ്തു. ഹോട്ടലിന്റെ അടുക്കളയിലും സംരക്ഷണശാലയിലും നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഗുരുതരമായ ശുചിത്വ വീഴ്ചകളും കാലപ്പഴക്കമുള്ള ചേരുവകളുടെ ഉപയോഗവും കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു. ഇതേ തുടർന്ന് പൊതുജനാരോഗ്യം മുൻനിർത്തി ഹോട്ടലിന്റെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കുകയും സ്ഥാപനത്തിന്റെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നടപടി ഭയന്ന് ഹോട്ടൽ അധികൃതർ ആദ്യം തങ്ങളുടെ സ്ഥാപനത്തിന് മുന്നിൽ മെയിന്റനൻസ് പ്രവർത്തികൾ നടക്കുന്നു എന്ന വ്യാജ ബോർഡ് സ്ഥാപിച്ച് നിയമ നടപടികളിൽ നിന്നും ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും തടിയൂരാൻ ബോധപൂർവമായ ശ്രമം നടത്തിയിരുന്നു. എങ്കിലും ഉദ്യോഗസ്ഥരുടെ കർശനമായ നിലപാടുകളുടെയും നിയമപരമായ ഇടപെടലുകളെയും തുടർന്ന് ഹോട്ടൽ പൂർണ്ണമായും പൂട്ടി സീൽ ചെയ്യേണ്ടി വന്നു. നിലവിൽ ഹോട്ടൽ പരിസരത്ത് നിന്നും അടുക്കളയിൽ നിന്നും വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്നും ആവശ്യമായ സാമ്പിളുകൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കൃത്യമായി ശേഖരിച്ചിട്ടുണ്ട്. ഈ സാമ്പിളുകൾ അടിയന്തര രാസപരിശോധനയ്ക്കായി റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചിരിക്കുകയാണെന്നും ഇതിന്റെ ഔദ്യോഗിക ലാബ് പരിശോധനാ ഫലം പുറത്തു വന്ന ശേഷമായിരിക്കും ഹോട്ടൽ ഉടമകൾക്കെതിരെ ക്രിമിനൽ കുറ്റം ഉൾപ്പെടെയുള്ള കർശനമായ തുടർ നിയമ നടപടികൾ സ്വീകരിക്കുന്നതെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഭക്ഷണശാലയിലെ ശുചിത്വമില്ലായ്മയ്ക്കെതിരെയും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും വരും ദിവസങ്ങളിൽ പരിശോധന കടുപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം.